കഴിഞ്ഞ ദിവസം ലോക്കൽ ആനിമൽ ആക്ടിവിസ്റ്റ് കഴിഞ്ഞ ഒരു 2-2.5 മാസം മാത്രം പ്രായമുള്ള ഒരു നായ്ക്കുട്ടിയെ പൊതു ഇടത്തിലിരുന്നു കൊണ്ട് പ്രഥമ ശുശ്രൂഷ നൽകുന്ന ഒരു വീഡിയോ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. അത് വലിയ ട്രെൻഡിങ് ആയിരുന്നു നമുക്ക് പറയേണ്ടി വരും. പക്ഷെ അതിന് പിന്നാലെ ആ നായ്ക്കുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാനുള്ള ഒരു ത്വര സ്വാഭാവികമായും ആ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിന് പിന്നിലെ സത്യം എന്താണെന്ന് പുറത്തു വന്നിരിക്കുകയാണ്. 20 വയസ്സുകാരനായിട്ടുള്ള ഒരു യുവാവ് ഈ പറയുന്ന 2.5 മാസം മാത്രം പ്രായമുള്ള നായ്ക്കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ചു അല്ലെങ്കിൽ ലൈംഗികമായി ഉപയോഗിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. വളരെയധികം ഞെട്ടിപ്പിക്കുന്നതും അതുപോലെ തന്നെ നമുക്ക് സഹതാപം തോന്നുന്ന ഒരു വീഡിയോ ആണ്. ഇത്രയും ലൈംഗിക ദാരിദ്ര്യമാണോ നമ്മുടെ നാട്ടിലുള്ള യുവാക്കൾക്കുള്ളത് എന്നുള്ളത്. ഒരുപക്ഷെ ലൈംഗിക ദാരിദ്ര്യമാണോ ഈ പറയുന്നത് പോലെ സെക്സ് എഡ്യൂക്കേഷന്റെ ഒരു അത്യാവശ്യം എന്താണ് എന്നുള്ളതാണോ ഇവിടെ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? സെക്സ് എഡ്യൂക്കേഷന്റെ ആ ഒരു പ്രശ്നത്തിന്റെ അപ്പുറത്തേക്കും ലൈംഗിക ദാരിദ്ര്യമാണെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഒരു നായയോട് പോലും അത്തരത്തിലുള്ള ഫീലിങ്സ് തോന്നാനും ആദ്യം അയാൾ ആക്രമിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. 2.5 മാസം പ്രായമുള്ള ഒരു നായക്കുട്ടിയുടെ അടുത്ത് അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് അയാൾക്ക് ലൈംഗികപരമായി ഉപയോഗിക്കാൻ പറ്റുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. അതെനിക്ക് തോന്നുന്നു നോർമൽ ആയിരിക്കത്തില്ല അയാൾ ഒരിക്കലും. ഈ പറയുന്ന ഈ ജീവികളോടൊക്കെ സെക്സ് ചെയ്യുന്നത് മറ്റേതോ ഒരു പ്രത്യേക വിഭാഗം തന്നെയാണ്. ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഈ പറഞ്ഞ 20 വയസ്സുകാരൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവർക്ക് ചിലപ്പോൾ ഇതിനോടൊക്കെ ആയിരിക്കാം ഇങ്ങനത്തെ ഉള്ള ഫീലിങ്സ് ഒക്കെ തോന്നുന്നത്. അതിന്റെ ഒരു മാനസിക പ്രശ്നമായിട്ട് നമുക്കിതിന് സെക്സ് എഡ്യൂക്കേഷൻ കൊടുത്തുകൊണ്ട് അയാൾ മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാനസിക പ്രശ്നം തന്നെയാണ് ലൈംഗികപരമായി അത്തരം കാര്യങ്ങൾ തോന്നുന്നതും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതും. അയാളുടെ ചെറുപ്പം തൊട്ടുള്ളത് ഒരുപാട് 40 വയസ്സ് 50 വയസ്സൊന്നും അല്ല, 20 വയസ്സുകാരനാണ്. അപ്പൊ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായിട്ടുണ്ടാവുന്ന ഫീലിങ്സ് ആയിരിക്കത്തില്ല. ഇതിനു മുമ്പ് ഇയാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കാം. നമുക്ക് അതിന്റെ ഒരു ഡീറ്റെയിൽസ്, കാരണം ഇത് കേരളത്തിലല്ല നടന്നിട്ടുള്ളത്, മുംബൈയിലാണ് നടന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഒന്ന് ആലോചിച്ച് നോക്ക് ഹർഷേ, ഈ റെഡ് സ്ട്രീറ്റുകളുടെ അത്ര ഒരു സ്ഥലം കൂടിയാണ് ഈ മുംബൈ എന്നൊക്കെ പറയുന്നത്. അവിടെ ലൈംഗിക ദാരിദ്ര്യം അയാൾക്ക് അനുഭവപ്പെടേണ്ട ആവശ്യമില്ല. അല്ല, നമുക്കറിയാം പലർക്കും പല രീതിയിലാണ് ലൈംഗിക താല്പര്യം തോന്നുന്നത്. അതായത് സ്ത്രീകൾക്ക് സ്ത്രീകളോട് തോന്നുന്നവരുണ്ട്, പുരുഷന്മാർക്ക് പുരുഷന്മാരോട് തോന്നുന്നവരുണ്ട്, അതല്ലാതെ ഓപ്പോസിറ്റ് സെക്സിനോട് താല്പര്യം തോന്നുന്നവരുണ്ട്. ചെറിയ കുട്ടികളോട് തോന്നുന്നത് മാനസികമായ പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ തോന്നുന്ന ആളുകളുണ്ട്. അതായത് തന്നെക്കാൾ ചെറിയ കുട്ടികളോട് മാത്രം തോന്നുന്നത്. അങ്ങനെ പല രീതിയിലാണ് ഇത്തരത്തിൽ ലൈംഗികത പല വ്യക്തികൾക്കും ഉള്ളത്. പക്ഷെ ഇവിടെ ഇപ്പോൾ മൃഗങ്ങളോട് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപായിരുന്നു ഇത്തരത്തിൽ ആടിനെയോ മറ്റോ ലൈംഗികമായി ഉപയോഗിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇങ്ങനെ മൃഗങ്ങൾക്ക് പോലും ഇവിടെ സ്വാതന്ത്ര്യമായി അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് പോലും ഇവിടെ സ്വസ്ഥമായി നടക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ പറയുന്നത് പോലെ സ്ത്രീകൾക്ക് സംരക്ഷണം ലഭിക്കുന്നത്? സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ കഴുകൻ കണ്ണുകളിൽ നിന്നും സംരക്ഷണം വേണമെന്ന് പറയുന്നതോടൊപ്പം തന്നെ ഈ പറയുന്ന ആനിമൽസിന്, ഈ പറയുന്ന മൃഗങ്ങൾക്കും ഇത്തരത്തിൽ കഴുകന്മാരുടെ കണ്ണുകളോട് കാമ കണ്ണുകളിൽ നിന്നും സംരക്ഷണം ഒരുക്കി കൊടുക്കുന്ന ബാധ്യത ഇപ്പോൾ സർക്കാരിന് തന്നെ വന്നിരിക്കുകയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. നമുക്കത് എങ്ങനെയാണ് ഇത് സംരക്ഷിക്കാൻ പറ്റുന്നത്? നമുക്ക് അതൊരു വലിയ ചോദ്യം തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും. കാരണം ഒരുപാട് ജീവികൾ ഇവിടെ ഉണ്ട്. ഇതിനകത്തിലൊക്കെ ഇത് റൂറൽ ഏരിയയിൽ നടന്നിട്ടുള്ളൊരു വിഷയം കൂടിയാണ്. അപ്പൊ അത്തരം സ്ഥലങ്ങളിലേക്ക് പോയി ജീവികളെയൊക്കെ മനുഷ്യനാണെങ്കിൽ ഓപ്പൺ ആയിട്ട് വന്ന് പറയുകയെങ്കിലും ചെയ്യും തനിക്കെതിരെ ലൈംഗിക അതിക്രമണം ഉണ്ടായെന്നുള്ളത്. പക്ഷെ ജീവികളെ സംബന്ധിച്ച് ഇങ്ങനെ കണ്ടെത്തുമ്പോൾ മാത്രമേ നമ്മൾ തിരിച്ചറിയുന്നുള്ളൂ. ഇങ്ങനെ ഒരു കാര്യം ആദ്യം തന്നെ തിരിച്ചറിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതിനെ ആശുപത്രിയിൽ കൊണ്ടുപോയത് ഒരു ഗുരുതരാവസ്ഥയിലായിരുന്ന സമയത്താണ് ലൈംഗിക അതിക്രമണം നടത്തിയിട്ടുണ്ടെന്ന് പോലും തിരിച്ചറിയുന്നത്. അപ്പൊ ഈ പറയുന്ന ജീവികൾക്കെതിരെ നമ്മൾ എങ്ങനെ ഇതിനെ സംരക്ഷിക്കും എന്നുള്ളത് വലിയൊരു ചോദ്യം കൂടെയാണ്. ഇതിന്റെ അകത്തേക്ക് ഇവർക്ക് കൃത്യം ഇങ്ങനത്തെ ആൾക്കാരെ കണ്ടുപിടിക്കാൻ മാത്രമേ നമുക്ക് പ്രശ്നമില്ലാത്തതായിട്ടുള്ളൂ. അവരെ കണ്ടുപിടിച്ച് കൃത്യമായി ചികിത്സ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അതിലാണ് കുറച്ചുകൂടെ അവിടുത്തെ ഗവൺമെന്റ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്. ഇത്തരം കേസുകളെ വെറുതെ ഒരു സെക്ഷണലായിട്ട്, കാരണം പട്ടിക്ക് ഈ പറയുന്ന മനുഷ്യാവകാശ സംഘടന പോലെ ഈ ആനിമൽ വെൽഫെയർ സംഘടനകളായിരിക്കും ഇത്തരം കേസുകളായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവരെ പിടിച്ച് ജയിലിടുന്നതിന്റെ പകരം നല്ല ചികിത്സ കൂടെ കൊടുക്കാനുള്ള ശ്രദ്ധയാണ് ഇതിനകത്തിൽ വേണ്ടത്. കാരണം സെക്ഷണൽ പ്രകാരം കൂടി പോയി കഴിഞ്ഞാൽ 5 വർഷമോ 10 വർഷത്തിന്റെ അകത്ത് മാത്രമേ ഇതിനൊക്കെ ശിക്ഷ കിട്ടത്തുള്ളതാണ്. 5 വർഷം തന്നെ കിട്ടുമെന്ന് സംശയമാണ്. അങ്ങനെ വരുന്ന സമയത്ത് ഒന്ന് ഹർഷൻ ആലോചിച്ച് നോക്കൂ. ഈ 5 വർഷത്തിന്റെ അകത്ത് ജയിലിലേക്ക് പോയി ഒരു സുഖവാസ ജീവിതം പോലെ പോയിട്ട് തിരിച്ച് വീണ്ടും വന്ന് ഇതേ സമൂഹത്തിലേക്ക് തന്നെ തല ഉയർത്തിപ്പിടിച്ചിട്ടാണ് ഇവരൊക്കെ നടക്കാൻ പോകുന്നത്. അതിന്റെ അകത്ത് പിന്നെയും എത്ര ആൾക്കാർ ഇനി പീഡിപ്പിക്കപ്പെടാനുണ്ടെന്നുള്ള ഒരു സംശയം മാത്രമാണ്. അതിനകത്തേക്ക് ഇത് കൊണ്ടുപോയി ജയിലിൽ അടയ്ക്കുന്നതിന് മുമ്പായിട്ട് ഇയാളെ കൊണ്ടുപോയി കൃത്യമായി ചികിത്സ കൊടുക്കുക, ഇത് നിങ്ങളുടെ പ്രശ്നമാണെന്ന് തിരിച്ചറിയിക്കുക. അങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നായക്കുട്ടിയുടെ അവസ്ഥ ആലോചിച്ചിട്ടാണ് നമുക്കൊരു വിഷമം വരുന്നത്. കാരണം നമ്മുടെ മൈൻഡിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ മനുഷ്യർക്കെതിരെയുള്ള ലൈംഗിക അതിക്രമണം വരുന്ന സമയത്ത് അതിനേക്കാട്ടിലും വേദനയാണ് ഈ ജീവികൾക്കെതിരെ വരുന്ന സമയത്ത് ഉണ്ടാകുന്നത്. മനുഷ്യന്റെ ആണെങ്കിൽ ഡിഫെൻഡ് ചെയ്യാൻ എന്തെങ്കിലും ഒരു മെത്തേഡ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അല്ല, അതിനപ്പുറത്തേക്ക് ഈ പറയുന്നത് പോലെ അതിന് നേരത്തെ പറഞ്ഞതുപോലെ തനിക്കെതിരെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് ഒരാളോടെങ്കിലും തുറന്നു പറയാൻ സാധിക്കുന്ന ഒരു നിലയിലാണ് മനുഷ്യരെന്ന് പറയുന്നത്.
പക്ഷെ മൃഗങ്ങൾ എങ്ങനെ ഇത് പുറത്ത് പറയും, അവർക്കത് എങ്ങനെ അറിയിക്കാൻ സാധിക്കും? അവരിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. നമ്മൾ പോലും ഇപ്പോൾ റോഡിലൂടെ നടക്കുന്ന സാഹചര്യങ്ങളിൽ പല മൃഗങ്ങളെയും കാണുന്നുണ്ട്, പലരെയും അസുഖബാധിതരായിട്ടുള്ള മൃഗങ്ങളെ കാണുന്നുണ്ട്, അല്ലാതെയുള്ളവരെ കാണും. അപ്പം ഇത് കാണുമ്പോൾ പ്രത്യേകിച്ച് നമുക്കൊന്നും തോന്നൂല. പക്ഷേ ഇവർക്ക് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത് അവർക്ക് മാത്രമായിരിക്കും അറിയാൻ സാധിക്കുന്നത്, അവർക്ക് തുറന്നു പറയാൻ സാധിക്കാത്ത. ഇതൊക്കെ കൊണ്ടായിരിക്കണം ഈ പറയുന്ന ഈ നായയുടെ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നത്. നമ്മൾ പൂർണ്ണമായും മൃഗങ്ങളെ കുറ്റപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ ഈ പറയുന്ന ജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കാൻ, മൃഗങ്ങളിൽ നിന്ന് സംരക്ഷണം ഒരുക്കാനായിട്ട് സർക്കാരിന് സാധിക്കുന്നില്ല എന്നൊക്കെ കുറ്റം പറയുമ്പോൾ, ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇത്തരത്തിലുള്ള നീക്കങ്ങളാണ് എന്നുള്ളത് കൂടി നമ്മൾ മറക്കരുത്. ഓരോ ജീവികൾക്കും ഈ പറയുന്ന റിഫ്ലെക്സ് ആക്ഷൻ വ്യത്യസ്തപരമായിട്ടായിരിക്കും. ഈ നായയുടെ എന്ന് പറയുന്നത് അങ്ങനെ ഒരു റിയാക്ഷൻ ആണ് ഉണ്ടാവുന്നത്. കാരണം അവരെ ഇപ്പോഴും, അല്ലെങ്കിൽ അവരെ അപായപ്പെടുത്താനാണ് വരുന്ന ഒരു തോട്ട് കൊണ്ടാണ് അവർ ആദ്യമേ പോയി അപായപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ആദ്യമേ പോയി കടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നായകളുടെ ഒരു അഗ്രസീവ് മോഡ് അങ്ങനെയാണ്. പൂച്ചയെ സംബന്ധിച്ചാണെങ്കിൽ അതിനൊരു അപകടം വരുന്ന സമയത്തായിരിക്കും അത് റിയാക്ട് ചെയ്യുന്നത്. കാരണം ഒന്ന് ചവിട്ടുന്ന സമയത്തോ അതിനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ മാത്രമേ അത് തിരിച്ച് റിയാക്ട് ചെയ്യത്തുള്ളൂ. അതേപോലെ ഓരോ ജീവികളുടെയും മോഡ് ഓഫ് ഡിഫെൻഡിങ് വേറെയാണ്. പക്ഷെ ഈ 2.5 മാസമുള്ള നായ്ക്കുട്ടിയൊക്കെ ഏത് രീതിയിലാണ് ഇയാളോട് ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നത്? കാരണം അതിന്റെ കൈയും കാലും ഒക്കെ തല്ലി ഒടിച്ചതിന് ശേഷം ലൈംഗിക അതിക്രമണം ചെയ്ത് കഴിഞ്ഞാൽ, മനുഷ്യനെ പോലും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോഴാണ് ഈ ഇത്രയും ചെറിയ ഒരു ജീവിയോട് പക്ഷെ പലപ്പോഴും ഇതിന്റെ ആ ഒരു തല എന്താണെന്ന് പോലും പറയുന്നത് പലർക്കും മനസ്സിലാവില്ല. കാരണം നമ്മൾ ഈ പാട്രിയാർക്കിക്കൽ, ഈ സെക്ഷൽ ആ ഒരു രീതി മാത്രമേ നമ്മൾ കേട്ട് പരിചിതമായിട്ടുള്ളൂ. അതിന്റെ അപ്പുറത്തേക്കും ഈ 1 വയസ്സുകാരിയെ 2 വയസ്സുകാരിയെ മനുഷ്യരുടെ രീതികൾ എടുക്കുകയാണെങ്കിൽ, ഒരു വയസ്സുകാരി എങ്ങനെയായിരിക്കും ലൈംഗിക അതിക്രമണം ചെയ്യുന്നത്, അല്ലെങ്കിൽ 2 വയസ്സുകാരിയോട് എങ്ങനെയായിരിക്കും അവർക്ക് ആ ലൈംഗിക അതിക്രമണം ചെയ്യുന്നത്? ഇങ്ങനെയുള്ള ഈ കേസ് വരുമ്പോൾ തന്നെ നമുക്ക് സംശയമാണ്. അപ്പോഴാണ് 2 മാസം പ്രായമുള്ള നായ്ക്കുട്ടിയോട് അയാൾ എങ്ങനെയായിരിക്കും ചെയ്തത്? കാരണം അപ്പോഴും നമുക്ക് ഡൗട്ടാണ്. ഇങ്ങനെ ഒരു സാധനം നമുക്ക് അപൂർവങ്ങളിൽ അപൂർവമാണ്. നമ്മളിത് അപൂർവമായിട്ടേ കേട്ട് പരിചിതമായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കത് അത്ര അങ്ങനെ സീരിയസ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മളത് അത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇത് ഹർഷ നേരത്തെ പറഞ്ഞില്ലേ, ആടിനെ പീഡിപ്പിക്കുന്ന സംവിധാനം ഉണ്ട്. ഇതിങ്ങനെ വർഷങ്ങളായിട്ട് ഇങ്ങനത്തെ കേസുകൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നാട്ടുപുറത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് പറയുമ്പോൾ നമുക്ക് മറക്കാതെ, അല്ലെങ്കിൽ പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പൊ നമ്മുടെ ആടുജീവിതം സിനിമയിലായിക്കോട്ടെ അല്ലെങ്കിൽ പുസ്തകത്തിലായിക്കോട്ടെ ഈ ഒരു രംഗം കൃത്യമായി കാണിക്കുന്നുണ്ട്. അപ്പോ അത് പണ്ട് മുതലേ ഉള്ള കാര്യമാണ്, പണ്ട് മുതലേ ഉള്ളതാണെന്ന് നമുക്കറിയാം. പക്ഷേ ഇവിടെ ഇതിപ്പോൾ വാർത്തയായി പുറത്തു വരുമ്പോൾ, നമ്മളിത് സംസാരിക്കേണ്ടി വരുമ്പോൾ നമുക്കതൊരിക്കലും നോർമലൈസ് ചെയ്യാൻ സാധിക്കില്ല. എന്തായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് PAL, അതായത് പ്യുവർ ആനിമൽ ലവേഴ്സ്, ഇതുമായി ബന്ധപ്പെട്ട് കേസുമായി മുന്നോട്ട് പോകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാർ ഒന്നെങ്കിൽ വല്ല മുള്ളുമുറിക്കിലും പോയി കയറുക, അല്ലാതെ തനിക്ക് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര ലൈംഗിക ദാരിദ്ര്യം ഉണ്ടെങ്കിൽ സെക്സ് വർക്കേഴ്സ് ഉണ്ട്, അവരുടെ അടുത്തേക്ക് മാന്യമായിട്ട് പോവുക, അല്ലെങ്കിൽ ഇത്രയും പറ്റുന്നില്ല എന്നെങ്കിൽ ചികിത്സ തേടുക. ഇങ്ങനത്തെ 3 ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇനി ഒട്ടും പറ്റാത്ത ഈ ആദ്യത്തെ 2 പറ്റാത്ത ആൾക്കാർക്ക് മുള്ളുമുറുകൊക്കെ അവിടെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. മുംബൈയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടേക്ക് സമീപിക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഈ തിരിച്ചടിക്കാൻ പറ്റാത്ത സാധനങ്ങളെയൊക്കെ പോയി കഴിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, തിരിച്ചടിക്കാത്ത എന്തിനേയും ഞാൻ കഴിക്കും എന്നൊക്കെ പറയുന്ന പോലെ, എനിക്ക് എന്തിന്റെ മേളിലും പോയി കാമം തീർക്കാനുള്ള വസ്തുക്കളല്ല ഈ ജീവികളും മനുഷ്യരും എന്നൊക്കെ പറയുന്നത്. അതും ഈ 20 വയസ്സെന്നൊക്കെ കേൾക്കുമ്പോഴാണ് കുറച്ചും കൂടെ ഒരു ഇത് തോന്നുന്നത്. ഇവന് 20 വയസ്സിന് മുമ്പ് 18ാമത്തെ വയസ്സിലും 15ാമത്തെ വയസ്സിലൊക്കെ ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ആർക്കും അറിയാതെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഗുരുതരാവസ്ഥയിൽ കിട്ടി ആനിമൽ വെൽഫെയർ ഒക്കെ പോയി പരാതിപ്പെട്ടത് കൊണ്ട് മാത്രം ഇത് വാർത്തയായതാണ്. അതിന്റെ അപ്പുറത്തേക്കും ഇവരാരും അറിഞ്ഞില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? ആ നായക്കുട്ടി അവിടെ കിടന്ന് മരിച്ചു പോയേനെ, എങ്ങനെയോ മരിച്ചുപോയി. ആരെങ്കിലും ഈ മൃഗസ്നേഹികളുണ്ടെങ്കിൽ എടുത്ത് കുഴിച്ചിടും. ഇതിന്റെ അപ്പുറത്തേക്കും ഇതൊന്നും വാർത്താ പ്രാധാന്യം ഒന്നും എത്താൻ പോകുന്നില്ല. പിന്നെയും കുറെ അധികം നായ്കളോ പൂച്ചകളോ ഇതേപോലെ ആടുകളോ ഇതൊക്കെ ഇങ്ങനെ ഇയാളുടെ കാമത്തിന് ഇരയായി മരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്കായിരിക്കും പോകുന്നത്. പിന്നീട് ഏതെങ്കിലും ഒരു കൊച്ചുകുട്ടിയോ അല്ലെങ്കിൽ ഒരു സ്ത്രീയോ ലൈംഗിക അതിക്രമണത്തിനെതിരെ ആവുമ്പോൾ അപ്പോഴായിരിക്കും ഇയാളുടെ ക്രൈം ഹിസ്റ്ററി എടുത്ത് പരിശോധിക്കുമ്പോൾ ആടും പൂച്ചയും പട്ടിയും എല്ലാവരും ഇതിന്റെ ഇരയായിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നത്. ദയവ് ചെയ്ത് ഇവിടുത്തെ സംവിധാനം ഇങ്ങനെയുള്ളവർക്ക് ഏതെങ്കിലും പ്രത്യേക ഷെൽട്ടർ ഹോം എടുത്ത്, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ കൃത്യമായി കൊണ്ടിട്ട് ചികിത്സിക്കാനുള്ള ഒരു അത്തരം ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. അതെ.